അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാണ്. വിവോ X100 16GB 512 GB ബ്ലാക്ക്. ഇങ്ങോട്ട് വാങ്ങട് നോക്കാം. 2 ബോക്സുകൾ തന്നെ ഉണ്ട്. ഒരു IMEI നമ്പർ. ബോക്സിൻ്റെ ഉള്ളിൽ ഇവിടെ സിം ടൂൾ ഉണ്ടായിരുന്നു കേട്ടോ. പൗച്ച്, പിന്നെ സാധാരണ എല്ലാത്തിലും വരുന്ന പോലെ അതിലൊന്നുമില്ല, വലിയൊരു പെട്ടിയാണെന്നുള്ളൂ. ആകെ വാറൻറ്റി പേപ്പർ കാർഡും യൂസർ മാനുവലും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ തിരിച്ചിരിക്കാൻ വയ്ക്കാം. 120 വാട്ടാണ് കേട്ടോ ചാർജർ. 120 120 വാട്ടിൻ്റെ ചാർജർ. ചാർജ് ചെയ്യുമ്പോൾ പേടിക്കേ വേണ്ട. C2C കേബിൾ. ഫാസ്റ്റ് ഫിംഗർ പ്രിൻ്റ്. ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് നമ്മുടെ സാംസങ് M31-ലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. സ്പീക്കർ, സോക്കറ്റ്, മൈക്ക്, സിം എജക്റ്റിങ്. ഇനി ഈ സൈഡിലായിട്ട് വലത്തെ സൈഡിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ബട്ടണും പവർ ബട്ടണും. വോളിയം അപ്പ് ആൻഡ് ഡൗണും പവർ ബട്ടണാണ് വരുന്നത്. പിന്നെ ഈ സൈഡിൽ ഒന്നും തന്നെ വരുന്നില്ല. പുറകിൽ വിവോ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു വലിയ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്യാമറ മൊഡ്യൂൾ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ്. കാണിച്ചു തരാം. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് എഴുതി വെച്ചത്. ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അതുണ്ട്. പിന്നെ ഇതിന് തൊട്ടുപുറത്ത് 2 ഹോളുണ്ട്. ഒരെണ്ണം നോയ്സ് ക്യാൻസലേഷൻ്റെ മൈക്കായിരിക്കാനാണ് സാധ്യത, എനിക്കറിയില്ല. ഒരെണ്ണം മറ്റേ IR ആണെന്ന് തോന്നുന്നത്. IR ആണ്. അത് കൂടുതലും റെഡ്മിയുടെ ഫോണുകൾക്കാണ് ഞാൻ കണ്ടായിരുന്നത്. ഇപ്പം ഇതിലും വന്നിട്ടുണ്ട്. നോക്കാം. എന്തായാലും ബാക്കി ക്യാമറ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഫ്രണ്ട് ക്യാമറ, 32 മെഗാ ഫ്രണ്ട് ക്യാമറ. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട മെയിൻ കാര്യം ഇതിൻ്റെ ക്യാമറ ആയിരുന്നു. ഇപ്പോൾ ക്യാമറ നമുക്കെടുക്കാം. കുറച്ച് ഞാൻ സ്ക്രീൻ റെക്കോർഡായിട്ടും ബാക്കി ഫോണിലുള്ള പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും. ഷൂട്ട് ചെയ്യണതിൻ്റെ ക്യാമറയിലല്ല ചെയ്യുന്നത്. അതായത് DSLR ക്യാമറയിലല്ല ഞാൻ ഷൂട്ട് ചെയ്യണത്. സാംസങ്ങിൻ്റെ ഫോണിലാണ്, ചെറിയ ഫോണാണ്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട് കിട്ടുന്നത്. അപ്പോൾ കുറേയൊക്കെ ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഞാൻ തന്നെ ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ ക്യാമറ എടുക്കുമ്പോൾ ഓപ്ഷൻ. ഇതിൽ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ച കുറച്ച് സാധനങ്ങൾ, ഗൂഗിൾ ലെൻസ്, ഫ്ലാഷ്, പിന്നെ സീസിൻ്റെ ഓപ്ഷൻ, വിവിധ്, ടെക്സ്റ്റൈഡ്, നാച്ചുറൽ. ഇതിങ്ങനെ മാറ്റുന്നതനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവിടെ കളറിൽ നമുക്കറിയാം, ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ. പിന്നെ ഇത് സൂപ്പർ മാർക്കറാണ്. കണ്ട തൊട്ടപ്പലിക്കും ഇതിൻ്റെ അവസ്ഥയും ഇതിലേക്ക് അത് കാണുന്ന അവസ്ഥയും നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ
ചെറിയ ചെടിയോ അല്ലെങ്കിൽ ഉറുമ്പും കൂടോ അങ്ങനെ എന്തെങ്കിലും കാണിക്കേണ്ടി വരും. ഈ മാവിൻ്റെ പൂ എവിടെയാ സൂക്ഷിച്ച് നോക്കണേ. ഇതുണ്ടോ? അതായത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ സാധനം എന്തോരം ഉണ്ടെന്ന് നോക്കിയേക്ക്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. മാക്രോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മാക്രോ ആണ് ഇതിൻ്റെ. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായ മാക്രോ ആണ്. ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ, നൈസാണ്. നൈസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മാക്രോ ആണ്. ആ സാധനം ശരിക്കും ഇത്ര ഉള്ളൂ കേട്ടോ. അത് ഇതിൽ കാണുമ്പോഴാണ് മാക്രോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാക്രോ ഓഫ് ചെയ്യാം. വിവോ X100 ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ അത് വേറൊരു ക്യാമറയിൽ എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അത് പോരായ്മകൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാമറ റിവ്യൂലേക്ക് പോകാം. ഓരോന്നോരോന്നായിട്ട് എനിക്കറിയാവുന്നതും എന്നെ കൊണ്ട് പറ്റാവുന്നതുമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. തുറക്കുമ്പോൾ തന്നെ വരുന്നത് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇവിടെ മഞ്ഞ കളറിൽ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. മഞ്ഞ കളറിലാണ് അത് കാണിക്കുക. ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് വൈഡിലേക്ക് വരുമ്പോൾ 0.6x എന്ന് പറഞ്ഞിട്ട് വരുന്നത്. നല്ലോണം വൈഡായിട്ട് വരും. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇതിൽ അടുത്തതായിട്ട് നമ്മൾ സൂം ചെയ്ത് കാണിച്ചു തരാം. കാരണം എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനം അതാണ്. അതുകൊണ്ട് പിന്നെ എവിടെയെങ്കിലും കൈ ഒരു സ്ഥലത്ത് കുത്തിയില്ലെങ്കിൽ ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. നമുക്ക് ആ ജാതിമേലേക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് 3x 70mm, 10x 233mm. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ജാതി ഒരുമാതിരി ജാതി ആവുമെന്ന് തോന്നണം. നോക്കാം നമുക്ക് എന്തായാലും ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 85 ഇതാണ് ഇതിൻ്റെ 100x. ഇനി ഇത് ഫോട്ടോ എടുത്ത പതുക്കെ ഇത് കറക്റ്റായിട്ട് നിൽക്കില്ല ട്രൈപോഡിൽ. ഒന്നും കൂടി കറക്റ്റ് ഫോക്കസിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അവിടെ നിങ്ങൾ വെയിലടിക്കണ തന്നെ അത് എത്ര ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇതാണ് ആ ഫോട്ടോ. അതാണ് രണ്ടാമത്തെ ഫോട്ടോ. ഓക്കെ, ഇനി വെയിൽ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് വെയിലില്ലാത്ത സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. കാരണം എൻ്റെ ലെൻസിന്മേലേക്ക് വെയിൽ വന്നതിലടിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മങ്ങലുണ്ടാവും. മങ്ങലില്ലാതിരിക്കാൻ നമുക്ക് ഇവിടെ പറ്റുമോ നോക്കാം. ഇതിവിടെ ഒരു ജാതിയുണ്ട്. മേലേക്ക് സൂം ചെയ്ത് 10x 10 20 40 60 70 80 100
പിന്നെ ഇതെങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കും? ഫോട്ടോ എടുത്തുകൊണ്ട് നമുക്ക് ഔട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതുപോലെ വരും. ഓക്കെ, ഇനി ഇതിൽ പിന്നെ കുറച്ച് ഓപ്ഷനുകൾ വരുന്നുണ്ട്. ഇത് വരുന്നത് ഗൂഗിൾ ലെൻസാണ്, അത് നെറ്റ് വേണം. ഇത് ഫ്ലാഷാണ്. ഈ വരുന്നത് വിവിധ്, അതായത് കളർ കൂട്ടാനും കുറയ്ക്കാൻ. നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ കാണിച്ച് കണ്ടോ, ഒരു ചെറിയ മങ്ങലുണ്ടാവും. ടെക്സ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ അത് ഇങ്ങനെ എഴുതിയാണ് എന്തെങ്കിലുമൊക്കെ കാണിക്കാനാണെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളത് കറക്റ്റ് അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മതി. ഇത് സീസ് നാച്ചുറൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതിനൊക്കെ ഇങ്ങനെ ഓരോ മാറ്റങ്ങളുണ്ട്. ഞാൻ അപ്പോൾ വിവിധ ഇടാം. എനിക്ക് കളറുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു, എപ്പോഴും അതാണ് ഇടാറ്. അതിട്ടിട്ട് ഒരു ക്ലിക്ക് ചെയ്ത് അത് എടുത്ത് കാണുമ്പോൾ കണ്ട നല്ല ക്ലാരിറ്റി ഉണ്ടോ ഫോട്ടോസൊക്കെ. പിന്നെ ഇത് സൂപ്പർ മാക്രോ ഓണാക്കിയിട്ട് ഞാൻ ചെറിയ ഒരു ഒബ്ജക്റ്റ് ഇതാണ് 25mm സൂപ്പർ മാക്രോ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ കാണുന്ന ചെടിയാണ് ഞാൻ ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷെ അത് കളറ് ശരിക്കും കൊള്ളില്ലാത്തത് കൊണ്ട് അത് കറക്റ്റായിട്ട് അതിൽ പെടണില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെടി ഞാൻ കുറച്ചും കൂടി, ഇതിപ്പോൾ 1x, അതിൻ്റെ 2x, എവിടെ ഇത് 2xലേക്ക് പോയി ആളെ കാണാണ്ടായില്ല. 3x, 6x. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അത് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ തന്നെ നമുക്ക് ഫിൽറ്റർ ഇടാനും മറ്റുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. കളർ കൂട്ടിയെടുക്കാനൊക്കെ ഉണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം ചെയ്യാം. പിന്നെ ഫോക്കസ് നമുക്ക് മാക്രോയിൽ ഫോക്കസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, കുറേ കാണിക്കാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരാം. ബൈ ബൈ.